ഗൈസ്, നമുക്ക് ഇന്നൊരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള എമ്മി റവ കേസരിയുടെ റെസിപ്പി നോക്കിയാലോ. കേസരിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി കാഷ്യൂസും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. എൻ്റെ കയ്യിൽ കാഷ്യൂസ് ഇല്ല. വറുത്ത കിസ്മിസ് എല്ലാം ഒന്ന് കോരി മാറ്റി കൊടുക്കാം. ഇനി ഈ സെയിം പോട്ടിലേക്ക് തന്നെ ഒരു 3 ഗ്ലാസ്, ഈ ഗ്ലാസിൻ്റെ അളവിൽ 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ മെഷർമെൻറ്റ്സും ഈ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് വേണ്ടത്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി വെള്ളം നന്നായി വെട്ടിത്തിളച്ച് വരട്ടെ. വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് വെള്ളം എടുത്ത് സെയിം ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കാതെ നോക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. റവയ്ക്ക് ഒന്ന് വെന്ത് വരട്ടെ. റവ വെന്ത് വരുമ്പോൾ ആ സെയിം ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കണം. കട്ട പിടിക്കാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് ഇടേണ്ടത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും ഒരു 1/2 സ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് വരെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പാനിൽ നിന്നും കേസരി വിട്ട് വരുന്നതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റി കേസരി റെഡി. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.